ഹലോ എവരിവൺ. യൂറോപ്പ് ട്രിപ്പ് പോകണമെന്ന് ഒരിക്കലെങ്കിലും സ്വപ്നം കാണാത്തവരായിട്ട് ആരാണുള്ളത്? പക്ഷേ യൂറോപ്പ് എന്ന വലിയ രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ സംശയങ്ങളും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടാകും. എങ്ങനെ പോകും, എപ്പോൾ പോകും, ആർക്കൊപ്പം പോകും, വിസ എങ്ങനെയാണ്, കോസ്റ്റ് എത്ര വരും, സർവീസ് ക്വാളിറ്റി, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. കാരണം എക്സൈറ്റ് ടൂർസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു സൂപ്പർ എക്സൈറ്റിംഗ് യൂറോപ്പ് ടൂർ പാക്കേജ് ആണ്, ടെൻസ് ഓഫ് യൂറോപ്പ്. ഹായ് സർ, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു നെയിമാണ്. എന്താണെന്ന് വെച്ചാൽ ടെൻസ് ഓഫ് യൂറോപ്പ്. ടെൻസ് ഓഫ് യൂറോപ്പ് എന്നതുകൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ളത് എക്സൈറ്റ് ടൂസിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് യൂറോപ്പ് ഗ്രൂപ്പ് ഡിപ്പാർച്ചർ പാക്കേജാണ്. 10 രാജ്യങ്ങൾ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പേര് നമ്മൾ ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര ദിവസത്തെ പാക്കേജ് ആയിട്ടാണ് സാർ ഇത് കൊണ്ടുപോകുന്നത്? ഇത് 11 രാത്രിയും 12 പകലും അടങ്ങുന്ന ഒരു ടൂർ പാക്കേജാണ്. 12 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊരു അത്ഭുതകരമായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പ് എന്ന വലിയൊരു രാജ്യം ഒരു 12 ദിവസം കൊണ്ട് കവറപ്പ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഓടിപ്പോകുന്ന പോലെ ആളുകൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു 12 ദിവസം കൊണ്ട് ഇത്രയും രാജ്യങ്ങൾ കണ്ടു തീർക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഉള്ളത്. കാരണം യൂറോപ്പ് ടൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം മാക്സിമം ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. സോ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഓരോ ദിവസവും എത്ര മണിക്കൂർ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം, എത്ര മണിക്കൂർ റെസ്റ്റ് വേണം, നമുക്ക് രാത്രി എത്ര സമയം ഉറങ്ങാൻ കഴിയും, കാഴ്ചകൾ എത്രത്തോളം കാണാൻ കഴിയും എന്ന എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടും എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു യാത്രേൻ്റെ ഉദ്ദേശവും അതാണ്. എന്താണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കാണുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാനുള്ള സമയമില്ല, പക്ഷേ നമ്മൾ ഈ യാത്രയുടെ ഉദ്ദേശം അവിടെ നടക്കും. എന്ത്, ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കാണുക. അതുതന്നെയാണ് നമ്മൾ ഈ ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ള പാക്കേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാറിൻ്റെ അപ്പോൾ ഇത്രയും കാലത്തെ ട്രാവൽ എക്സ്പീരിയൻസിൽ യൂറോപ്പ് എന്ന ഏറ്റവും വലിയ രാജ്യത്തിൽ സാറിന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട്, അതായത് ആ ഒരു കൺട്രി ഭയങ്കര മനോഹരമാണെന്ന് തോന്നിയത് ഏത് രാജ്യത്തെ പറ്റിയിട്ടാണ്? ഇപ്പോൾ നമ്മൾ ടെൻസ് ഓഫ് യൂറോപ്പിൽ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്, ജർമ്മനി, ലക്സംബർഗ്, പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, ലിechtenstein, ഓസ്ട്രിയ, വത്തിക്കാൻ സിറ്റി, ഇതെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള രാജ്യങ്ങളാണ്. പക്ഷേ എന്നോട് പേഴ്സണലി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്വിറ്റ്സർലാൻഡാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയും. കാരണം ഭൂമിയിലെ സ്വർഗം അത് തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. വളരെ മനോഹരമാണ്, അതൊരു വളരെ പിക്ചറിസ്റ്റിക്കാണ്, വളരെ ലാൻഡ്സ്കേപ്പ് വളരെ ബ്യൂട്ടിഫുൾ, വളരെ ഗ്രീനറിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു എല്ലാത്തിനും അതിൻ്റേതായ പ്ലസ്സും മൈനസും ഉണ്ട്. ലൈക്ക് പാരീസിന് സിറ്റി പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് പാരീസിൻ്റെ ഒരു സിറ്റി കൾച്ചർ അല്ലെങ്കിൽ ഒരു മിഡീവൽ ടൈമിലത്തെ ബിൽഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. യൂറോപ്പിൻ്റെ ഓസ്ട്രിയ പോയാലും അല്ലെങ്കിൽ നമ്മളെ സ്വിറ്റ്സർലൻഡ് പോയാലും കുറച്ചും കൂടി ലാൻഡ്സ്കേപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സോ എൻ്റെ പേഴ്സണൽ ചോയ്സ് സ്വിറ്റ്സർലാൻഡാണ്. ഓക്കെ, ഇതിപ്പം എത്ര പേരുടെ ഗ്രൂപ്പായിട്ടാണ് സാർ ഇപ്പോൾ ഈ ടൂർ പാക്കേജ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പ് സൈസ് എന്ന് പറയുന്നത് 40 പാക്സ് ആണ്. 40 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പൊതുവേ നമ്മൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു നെഗറ്റീവ് വശം അതിൽ വന്നു കഴിഞ്ഞാൽ സാർ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഇല്ല, ഇത് വളരെ ഈസിയാണ്. ആക്ച്വലി ഇത് ഒരു യൂറോപ്പ് ടൂർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ടൂർ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ കസ്റ്റമേഴ്സിന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കും. യൂറോപ്പിൻ്റെ രീതികൾ എങ്ങനെയാണ്, അവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഒരു ഇൻഫർമേഷൻസ്, ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ കൊടുക്കും. സോ അത് കണ്ടും കേട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് പാലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പോയ ഗ്രൂപ്പിലൊന്നും അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു യൂറോപ്പിൽ അവിടെ കാലാവസ്ഥ എന്താണ്,
അവിടെ കാലാവസ്ഥ തണുപ്പാണ് പൊതുവെ ഉണ്ടാവാറ്. സോ അവിടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി എന്തൊക്കെ ഡ്രസ്സുകൾ നിങ്ങൾ കരുതണം, കറൻസി നിങ്ങൾ എങ്ങനെ കരുതണം, അതേപോലെ തന്നെ മെഡിസിൻസ് മരുന്ന് കയ്യിൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മെഡിസിൻസ് എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, വെള്ളം, വാട്ടർ ബോട്ടിൽ, അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ അവിടെ കണക്ടിവിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് കണക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് റോമിംഗ് എടുക്കണോ, അവിടുന്ന് സിം കാർഡ് എടുക്കണോ, അതൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം കസ്റ്റമേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്, ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഒരു ടൂർ മാനേജറിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഗൈഡഡ് സിറ്റി ടൂറിൽ ഗൈഡുകൾ ജസ്റ്റ് 2 മണിക്കൂർ 3 മണിക്കൂറിന് വരുന്നു, അവരുടെ ഗൈഡഡ് സിറ്റി ടൂറിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ടൂർ മാനേജറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ടൂർ മാനേജേഴ്സ് എല്ലാം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൂർ മാനേജേഴ്സ് ആയിരിക്കും. സോ അവർക്ക് ഈ സ്ഥലത്തിനെക്കുറിച്ച് അറിയാം, ഇതിനെക്കുറിച്ച് ആൾക്കാരെ എങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം, തിരിച്ചെങ്ങനെ കൊണ്ടുവരണം എന്നെല്ലാം അറിയുന്ന ഒരു ടൂർ മാനേജർ ആയിരിക്കും, നിങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടൂർ മാനേജർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ വരാൻ സാധ്യത വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ടൂർ മാനേജേഴ്സ് ആയിരിക്കും. അതേപോലെ നമ്മുടെ അവിടെയുള്ള സപ്ലൈസൊക്കെ ഇതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തരായുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ, അതായത് യൂറോപ്പ് എന്ന രാജ്യത്തിലേക്ക് പോകുമ്പോൾ കാലാവസ്ഥ നോക്കിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളത്. സോ യൂറോപ്പ് എന്ന വലിയ രാജ്യം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മന്ത് ഏതായിട്ടാണ് വരുന്നത്? നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് വളരെ തണുപ്പ് കൂടുതലായിരിക്കും. ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്കൊരു മീഡിയം തണുപ്പിൽ യാത്ര ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ ഈവൻ നിങ്ങൾക്ക് ജാക്കറ്റ്സ് ഒന്നും അല്ലെങ്കിൽ ഹൂഡീസ് ഒന്നും ഇടാതെ തന്നെ നോർമൽ നിങ്ങളുടെ കാഷ്വൽ ഡ്രസ്സിലൊക്കെ തന്നെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന കാലാവസ്ഥ കിട്ടും. ആൻഡ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾ മൗണ്ട് ഇറ്റ്ലീസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റൗണ്ട് ദ ഇയർ നിങ്ങൾക്ക് അവിടെ സ്നോ കിട്ടാറുണ്ട്. സോ അവിടെ നിങ്ങൾ ജാക്കറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതല്ലാതെ ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു ഒക്ടോബറിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം അത്യാവശ്യം തണുപ്പ് ഉണ്ടാവും, ലൈക്ക് ഒരു 10 ഡിഗ്രി to 15 ഡിഗ്രി വരെയുള്ള ക്ലൈമറ്റ് ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾ ഏപ്രിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. പല സ്ഥലത്തും നിങ്ങൾക്ക് ജാക്കറ്റ്സ് തന്നെ ആവശ്യം വരുന്നില്ല. സോ ത്രൂ ഔട്ട് ദ ഇയർ കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ യാത്ര ചെയ്യുന്നതാണ് യൂറോപ്പിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഓക്കെ, അപ്പം ഏത് എയർലൈനാണ് നമ്മൾ ഈ യൂറോപ്പ് ടൂർ പാക്കേജിലേക്ക് സാർ റെക്കമെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഈ ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ള പാക്കേജിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള എയർലൈൻ എന്ന് പറയുന്നത് എമിറേറ്റ്സ് എയർലൈൻസ് ആണ്. കാരണം നമ്മുടെ ഇതൊരു പ്രീമിയം പാക്കേജും കൂടിയാണ്. നമ്മൾ നല്ല സർവീസാണ് ഇതിൽ കൊടുക്കുന്നത്. നമ്മൾ നല്ല ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ കൊടുക്കുന്ന. റെസ്റ്റോറൻ്റ് എല്ലാം തന്നെ പ്രീമിയം റെസ്റ്റോറൻറ്റ്സ് ആണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് കുസീൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ലോക്കൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്നുണ്ട്, ചൈനീസ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത എയർലൈനും വളരെ ഒരു പ്രീമിയം ഒരു എയർലൈനാണ്. ഇപ്പോൾ വേൾഡിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദി പ്രീമിയം അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻ എന്ന് പറയുന്നത് എമിറേറ്റ്സ് ആണ്. സോ പൊതുവേ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഒന്നും എമിറേറ്റ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവില്ല. കാരണം നാട്ടിൽ നിന്ന് അവരുടെ ജോലി ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ലോ ബഡ്ജറ്റഡ് എയർലൈൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് എമിറേറ്റ്സിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം എമിറേറ്റ്സിൻ്റെ ക്വാളിറ്റി, അവിടെ ഇൻഫ്ലൈറ്റ് സർവീസസ്, അവർ ഇൻഫ്ലൈറ്റ് കൊടുക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, അവർ ഇൻഫ്ലൈറ്റിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ലെവൽ ആയിക്കോട്ടെ, അതെല്ലാം ഒരു ടോപ്പ് നോച്ചാണ്. സോ അതിൽ യാത്ര ചെയ്യണമെന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു താല്പര്യം ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പാക്കേജ് ഒരു എക്സ്ക്ലൂസീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ എമിറേറ്റ്സ് എയർലൈൻസ് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം 8 മണിക്കൂറോളം യാത്ര ഉണ്ട്. സോ ഒരു യാത്ര എന്ന് പറയുന്നതും കൂടി ഒരു അനുഭവമായിരിക്കട്ടെ. സോ ബാക്കിയുള്ള എയർലൈൻസ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് എയർലൈനിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതകളും അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവാതെ ഇരിക്കാൻ ആ ഫ്ലൈറ്റ് യാത്രയും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത എയർലൈനാണ് എമിറേറ്റ്സ് എയർലൈൻ. സോ യാത്രക്കാർ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ യൂറോപ്പിൽ ഫുഡ് ആൻഡ് സ്റ്റേ, ഇത് ആളുകൾ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഫുഡ് ആൻഡ് സ്റ്റേ അവർക്ക് നന്നായിരിക്കണം. കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഈ ഒരു ടൂർ പാക്കേജിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായ സർവീസ് ക്വാളിറ്റി അതുപോലെ തന്നെ എല്ലാതും അവർക്ക് കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് യൂറോപ്പിൽ സ്റ്റേ ആൻഡ് ഫുഡ് അക്കോമഡേഷനൊക്കെ ഏത് രീതിയിലാണ് സാർ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്വസ്റ്റ്യനും. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ
അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഫുഡും സ്റ്റേയും. സ്റ്റേ എന്ന് പറയുന്നത് നമ്മളെല്ലാം ചൂസ് ചെയ്തിട്ടുള്ള 4 സ്റ്റാർ നല്ല ബ്രാൻഡഡ് ഹോട്ടൽസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഒരു ഹോട്ടലിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്കൊരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസോ ക്വാളിറ്റി ഇഷ്യൂസോ വരാൻ ചാൻസ് ഇല്ല. സോ അത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോട്ടൽസാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നേ താമസിച്ച ഹോട്ടൽസുമാണ് പലതും. സോ ഹോട്ടൽ അക്കോമഡേഷൻ വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ യൂറോപ്പിൽ പല ഹോട്ടൽസിൻ്റെ റൂം സൈസൊക്കെ ചെറുത് കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ രാജ്യത്തെ ഹോട്ടൽസൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ ഹോട്ടൽസ് ചില ഹോട്ടൽസൊക്കെ അല്ലെങ്കിൽ മേജർ ഹോട്ടൽസിൻ്റെ റൂം സൈസൊക്കെ പൊതുവേ കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റി ഹോട്ടൽസ് ആയിരിക്കും, എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 12 ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഫുഡ് വളരെ ചാലഞ്ചിങ് ആണ്. സോ ആൾക്കാർക്ക് ലോക്കൽ ഫുഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ അത് ത്രൂ ഔട്ട് കഴിക്കാനൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം ലോക്കൽ ഫുഡ് അറിയാമല്ലോ, യൂറോപ്പിൻ്റെ ലോക്കൽ ഫുഡ് അറിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഉള്ള ഓപ്ഷൻസ് ആണെങ്കിൽ അതിൽ ഉപ്പുണ്ടാവില്ല, മുളകുണ്ടാവില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫുഡാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ബർഗേഴ്സോ അല്ലെങ്കിൽ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ ചിക്കൻ ഐറ്റം ആണെങ്കിലും അതിലൊന്നും നമ്മളെ പോലത്തെ മസാല ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക. സോ എന്നാൽ കൂടി നമ്മൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ ഫുഡ് കുറച്ചെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറ്റലിയിലെല്ലാം പോകുമ്പോൾ നമ്മൾ പിസ്സ കൊടുക്കാറുണ്ട്. ഇറ്റാലിയൻ പിസ്സ വളരെ ഫേമസ് ആണ്, ഇറ്റാലിയൻ പാസ്ത വളരെ ഫേമസ് ആണ്. അതേപോലെ ചില സ്ഥലത്ത് നമ്മൾ ചൈനീസ് ഫുഡും കൊടുക്കാറുണ്ട്. സോ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കും. ഇന്ത്യൻ ഫുഡാണ് കൂടുതൽ കൊടുക്കുന്നത്, കാരണം നമ്മുടെ ആൾക്കാർക്ക് വയറ് നിറയണമെങ്കിൽ ഇന്ത്യൻ ഫുഡ് എന്തായാലും വേണ്ടി വരും. സോ അതൊന്ന് ചേഞ്ച് ആവാനും ആൾക്കാർക്കൊന്ന് ഷഫിൽ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ മെജോറിറ്റി ഇന്ത്യൻ ഫുഡാണ് കൊടുക്കുന്നത്. അതിലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കൂടുതലും ഉണ്ടാവാറ്. ലൈക്ക് റൈസ് ഉണ്ടാവും, റൊട്ടി നാൻ ഉണ്ടാവും, പിന്നെ ഒരു നോൺ വെജ് ഉണ്ടാവും, 2 വെജ് ഉണ്ടാവും, പിന്നെ ഒരു സാലഡും അല്ലെങ്കിൽ സ്വീറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡിൽ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിസ്സ, പാസ്ത, പിന്നെ അതേപോലെ ചൈനീസ് ഫുഡും നമ്മൾ നമ്മുടെ ഈ ഒരു മെനുവിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ. പിന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് യൂറോപ്പിൽ മിക്ക ഹോട്ടലിലും അല്ലെങ്കിൽ എല്ലാ ഹോട്ടലിലും കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി ബേസിക്. എന്താണ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്? നോർമലി കൊടുക്കുന്നത് ബ്രെഡ്, ബട്ടർ, കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് ബേക്കൺ ഐറ്റംസ്, അങ്ങനത്തെ, അല്ലെങ്കിൽ എഗ്ഗ്, ബോയിൽഡ് എഗ്ഗും സ്ക്രാമ്പിൾഡ് എഗ്ഗും അങ്ങനത്തെ, പിന്നെ കോൺഫ്ലേക്സ്, കുറച്ച് ജ്യൂസ് ഐറ്റംസ്. അതായിരിക്കും ഒരുവിധം എല്ലാ യൂറോപ്യൻ ഹോട്ടലിൻ്റെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിന് മെനു വരാൻ പോകുന്നത്. സോ അത് ചിലവർക്ക് ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ പോലും നമുക്കത് ബാക്കിയുള്ള ഫുഡിൽ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ബാക്കിയുള്ള ഫുഡ് നമ്മൾ ചൂസ് ചെയ്യുന്ന മെനൂസാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആണ് ചാൻസ്. കാരണം ഇതുവരെ പോയ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ മെനു എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഫുഡ് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ അപ്പോൾ ഇന്ത്യൻ ഫുഡും അവിടുത്തെ ലോക്കൽ ഫുഡും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. തീർച്ചയായിട്ടും, അതെ. ഓക്കെ. ആൻഡ് യൂറോപ്പ് എന്ന രാജ്യത്തിലേക്ക് വൺ ഓഫ് ദ മെയിൻ തിങ് എന്ന് പറയുന്നത് വിസയാണ്. സോ എൻ്റെ അറിവിൽ അത് ഷെങ്കൻ വിസയാണെന്നാണ് തോന്നുന്നത്, അല്ലേ? ഓക്കെ. സോ എന്താണ് വിസേൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ വാലിഡിറ്റി? സോ എനി റിജക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളത് അത് എത്രയാണ് സാറിന് അറിയാവുന്ന? തീർച്ചയായിട്ടും വിസ പ്രോസസ്സിംഗ് ആണ് യൂറോപ്പിലേക്ക് പോകാൻ ഏറ്റവും വലിയ കടമ്പ. വിസ പ്രോസസ്സിംഗ് ആണ്. ആൻഡ് യൂറോപ്പിൻ്റെ വിസ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ ഇഷ്യൂസ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ്, അതായത് 2 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, അത് 35 ആൾക്കാരുടെ ഗ്രൂപ്പായിരുന്നു, 2 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വിസ കിട്ടി. സോ പ്രോപ്പറായിട്ട് ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാൻ വലിയ പ്രയാസമില്ല. സോ വിസ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വിസ അപ്ലൈ ചെയ്യാൻ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നിങ്ങൾ വിസയിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത്യാവശ്യം നമ്മൾ പറയുന്ന രീതിയിലുള്ള ബാലൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, കാരണം ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയയാണ്. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്രൈറ്റീരിയയാണ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്രൈറ്റീരിയയാണ്, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ക്രൈറ്റീരിയയാണ്. അപ്പോൾ അതിന് ഓരോത്തിനും ഓരോ ചെക്ക് ലിസ്റ്റാണ്. സോ ആ പറയുന്ന ചെക്ക് ലിസ്റ്റിന് കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ തരുവാണെങ്കിൽ നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൂടി വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 99% നിങ്ങൾക്ക് വിസ കിട്ടേണ്ടതാണ്. യൂറോപ്പ് എന്ന കൺട്രി വൺ ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയർലി വൺസ് ടൈം സാറിന് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ആയിട്ടാണോ സാർ? അതും നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആൾക്കാർ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ തന്നെ ഒരു 12 ദിവസം കൊണ്ട് 10 രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഹെക്റ്റിക് ആയിരിക്കില്ലേ, ഇല്ലെങ്കിൽ അത് അതിനേക്കാളും നല്ലത് നമ്മൾ ഒരു സ്ഥലം കുറച്ച് വിസ്തരിച്ചിട്ട് കാണുന്നതല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സോ അത് നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ യാത്രക്കാർ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം? നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങൾ യൂറോപ്പിൽ വൺസ് ഇൻ എ ലൈഫാണ് അത് പോകാൻ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. വൺസ് ഇൻ എ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സൈറ്റ് ടൂസിൻ്റെ ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ള പാക്കേജ് സെലക്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് യൂറോപ്പ് പോയിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഏരിയ വൈസ് കവർ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം യൂറോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്ഥലമാണ്. 29 രാജ്യം ഷെങ്കൻ ലാൻഡിൽ തന്നെ വരുന്നുണ്ട്. നോർത്തേൺ യൂറോപ്പ് വരുന്നുണ്ട്, സ്കാൻഡിനേവിയൻ വരുന്നുണ്ട്, ഈസ്റ്റേൺ യൂറോപ്പ് വരുന്നുണ്ട്, ബാൽക്കൺ വരുന്നുണ്ട്, ബാൾട്ടിക് വരുന്നുണ്ട്, സ്പെയിൻ പോർച്ചുഗൽ ഏരിയ വരുന്നുണ്ട്. സോ ഇതെല്ലാം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-15 രാജ്യങ്ങൾ യൂറോപ്പിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങൾ, കാരണം ഇതെല്ലാം മനോഹരമായിട്ടുള്ള രാജ്യങ്ങളാണ്, എല്ലാം വൺസ് ഇൻ ലൈഫ് അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കൂടിയാണ്. ഈസ്റ്റേൺ യൂറോപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, മിഡീവൽ ചാമുള്ള എത്രയോ സിറ്റീസ് അവിടെയുണ്ട്. സ്വിറ്റ്സർലാൻഡ് മാത്രം നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ 10 ദിവസം വേണം. സോ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് പോയിട്ട് ഇതെല്ലാം കാണുമോ അതോ മൾട്ടിപ്പിൾ ടൈംസ് പോയിട്ട് കാണുമോ. അപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ എക്സൈറ്റ് ടൂസിൻ്റെ ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ള പാക്കേജിൽ ഇത് ഒരു 10 രാജ്യത്തിൻ്റെ ഹൈലൈറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലെ പാരീസിലെ ഹൈലൈറ്റായ ഈഫിൽ ടവറും സീൻ റിവർ ക്രൂസും അവിടുത്തെ സിറ്റിയും കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ആംസ്റ്റർഡാം പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിൻമിൽസും അല്ലെങ്കിൽ അവിടുത്തെ ചീസ് ഫാക്ടറിയും അവിടുത്തെ കനാൽ ക്രൂസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ രാജ്യത്തെയും പ്രധാന ഹൈലൈറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൂറും ഉണ്ട്. അതുകൂടാതെ 2 രാജ്യം അല്ലെങ്കിൽ 3 രാജ്യം അല്ലെങ്കിൽ 1 രാജ്യം കവർ ചെയ്യുന്ന ടൂറുകളും ഉണ്ട്. സോ അത് ആൾക്കാരുടെ ചോയ്സാണ്, നിങ്ങളത് ഏത് ടൈപ്പ് ഓഫ് ടൂറാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കൂടുതൽ മാക്സിമം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ. കാരണം മിക്ക ആൾക്കാരും വൺസ് ഇൻ എ ലൈഫായിരിക്കും. കാരണം ഒരാൾക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ 2-3 ലക്ഷം റുപ്യ വേണം, ഒരു ഫാമിലി പോകണമെങ്കിൽ അത്രയും പൈസ വേണം. സോ ആൾക്കാർ അതൊരു വൺസ് ഇൻ എ ലൈഫാണ് പൊതുവേ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും നമുക്ക് ഈ ടെൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ള പാക്കേജാണ്. യൂറോപ്പിലേക്ക് സാറ് കസ്റ്റമൈസേഷൻ ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിപ്പാച്ചേഴ്സ് ആണോ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. അത് ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെ ചോയ്സും പ്രിഫറൻസും പോലെ ഇരിക്കും. പക്ഷെ അത് പറയുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ളത്, കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. സോ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഡിപ്പാച്ചേഴ്സ് ആണ് എക്കണോമിക്കലി, അതായത് മൾട്ടിപ്പിൾ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രൂപ്പ് ഡിപ്പാച്ചേഴ്സ് ആണ്. കാരണം യൂറോപ്പിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ എക്സ്പെൻസീവ് ആണ്. സോ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് പോകുമ്പോൾ 2 വ്യക്തി ഒരു കാർ എടുത്തിട്ട് ഇത്രയും 10 സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസ് ആവും. സോ അതിന് പകരം ഇതൊരു കോച്ചാണ്, നമ്മൾ പോകുന്നത് ഒരു 50-55 സീറ്ററിൻ്റെ കോച്ചാണ്, അതിൽ 10-40 ആൾക്കാരായിട്ടാണ് പോകുന്നത്. സോ അത്രയും വലിയ കോസ്റ്റ് അത് ഡിവൈഡായി പോവുകയാണ്. സോ സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ മൾട്ടിപ്പിൾ കൺട്രീസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രൂപ്പ് ടൂസിൻ്റെ കൂടെ പോകുന്നതാണ്. ടെൻസ് ഓഫ് യൂറോപ്പ് എന്ന ടൂർ പാക്കേജിൽ എന്തൊക്കെയാണ് സാർ ഇൻക്ലൂഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? സോ ടെൻസ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പാക്കേജ് ഒരു ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ്. അതിൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂസീവ് ആണ്, ഹോട്ടൽ അക്കോമഡേഷൻ, ട്രാൻസ്ഫർ, സൈറ്റ് സീയിങ്, എൻട്രി, ചില സ്ഥലങ്ങളിലുള്ള ഗൈഡഡ് സിറ്റി ടൂറ്, പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾ ഇൻക്ലൂസീവ് ആണ്. നിങ്ങൾക്ക് വിസ, അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ ഷോപ്പിങ്ങിന് മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടെൻസ് ഓഫ് യൂറോപ്പ് പാക്കേജിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് സാർ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം 10 രാജ്യങ്ങളിലെ മാക്സിമം ഹൈലൈറ്റ്സ് നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രാൻസിലെ പാരീസിൽ നിന്നാണ്. സോ പാരീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈഫിൽ ടവറാണ്. സോ ഈഫിൽ ടവർ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ 2nd ഫ്ലോർ വരെ നമ്മൾ കയറിയിട്ട് കാഴ്ചകൾ കാണുന്നുണ്ട്. പിന്നെ അവിടുത്തെ സീൻ റിവർ ക്രൂസ്, പിന്നെ അവിടുത്തെ സിറ്റി ടൂർ നമ്മൾ ചെയ്യുന്നുണ്ട്. ബെൽജിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബെൽജിയത്തിലെ ഒരു ഓറിയൻറ്റേഷൻ ടൂറാണ്. ബെൽജിയം സിറ്റിയിലത്തെ നമ്മൾ ഓറിയൻറ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നെതർലാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ നെതർലാൻഡ്സിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് വിൻമില്ല്, ചീസ് ഫാക്ടറി,
അവിടുത്തെ നെതർലാൻഡിലെ കനാൽ ക്രൂസ് വളരെ ഫേമസ് ആണ്. സോ അത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്ഷനാണ്, അധികം ആരും ചെയ്യാത്തൊരു അട്രാക്ഷനാണ് ഹെനിക്കൻ ബിയർ മ്യൂസിയം. ഹെനിക്കൻ ബിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിയറാണ്. സോ അതിൻ്റെ ഒരു ബിയർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ, കാരണം ഹെനിക്കൻ നെതർലാൻഡ്സ് എന്നുള്ള ബിയറാണ്. സോ അതിൻ്റെ ഫാക്ടറിയിൽ നിന്ന് നമ്മളൊരു ബിയർ എക്സ്പീരിയൻസ് ടൂറ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് താഴത്തേക്ക് നമ്മൾ ജർമ്മനിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മൾ റെയിൻഫോളിൽ ഒരു ബോട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലക്സംബർഗ് എന്നുള്ള വളരെ മനോഹരമായ രാജ്യം, ലൈക്ക് അത് അറിയപ്പെടുന്ന തന്നെ സമ്പന്നരുടെ ഒരു രാജ്യമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. സോ അത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലിച്ചിൻസ്റ്റെയിനിലെ വഡൂസിലെ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ഭംഗി ആസ്വദിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സ്നോ ആണ്. മൗണ്ട് ഇറ്റ്ലീസ് എന്ന മൗണ്ടെയിനിൽ കേബിൾ കാർ വഴി അതിൻ്റെ മേലെ പോയി അവിടുത്തെ സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് അവിടെ ഉണ്ട്. ആൻഡ് ഇൻസ്ബ്രുക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വരോസ്കി ക്രിസ്റ്റൽ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ട്. അതേപോലെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നമ്മൾ വെന്നീസ് എന്ന അതിമനോഹരമായ ഒരു സിറ്റി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് തിരിച്ച് റോമിലെത്തിക്കഴിഞ്ഞാൽ ഇതാ വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള റോം, അത് റോമിൻ്റെ സിറ്റി ടൂറും അതേപോലെ വത്തിക്കാനിലെ സെൻറ്റ് ബസിലിക്ക എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ യൂറോപ്പ് പാക്കേജിലെ പ്രധാന ഹൈലൈറ്റ്സ് വരുന്നത്. എനിവേ സാർ, ഇപ്പോൾ ഇത്രയും യൂറോപ്പിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നാണ് നെക്സ്റ്റ് ഡിപ്പാർച്ചർ സാർ കൊണ്ടുപോകുന്നത്? അടുത്ത ടെൻസ് ഓഫ് യൂറോപ്പിൻ്റെ ഡിപ്പാർച്ചർ ഒക്ടോബർ 12 കൊച്ചിയിൽ നിന്ന്. ഓക്കെ, അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ? യെസ്, അതിന് ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല റേറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേ, യൂറോപ്പ് ടൂർ പാക്കേജിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഇവിടെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് നിങ്ങളുടെ യൂറോപ്പ് ട്രിപ്പ് എക്സൈറ്റ് ടൂറിസിനോടൊപ്പം ആവട്ടെ.